അല്ലാഹുവിന് യാതൊരു വിധത്തിലും കൂറുകാരില്ല, അവൻ മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ ചങ്കിലുള്ള വിശ്വാസം. അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല എന്ന് ആരോപിക്കുന്നവർ ഞങ്ങളെ കുറിച്ച് അനാവശ്യമായ ഏറ്റവും ഗുരുതരമായ ആരോപണം നടത്തിയവരാണ്. ഈ ലോകത്ത് വെച്ച് നിങ്ങൾ മാപ്പ് പറയണം, അല്ലെങ്കിൽ നാളെ ആ ഏകനായ റബ്ബിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളെ പിടിക്കും. ഞങ്ങൾ വിടൂല. എന്ത് പറഞ്ഞു പോന്ന മൗലൂദ് ഓതിന്റെ പേര് മുസ്ലിംകാവുന്ന മൗലിദ് പാരായണം ചെയ്യുന്നിടത്ത് അല്ലാഹുവിനെ പങ്കാക്കുന്ന എന്ത് കാര്യമാണുള്ളത്? എന്ത് വിശ്വാസമാണുള്ളത്? ഖുത്ബിയ്യത്ത് ഓതുമ്പോൾ അല്ലാഹുവിനെ പങ്കു ചേർക്കുന്ന എന്ത് കാര്യമാണുള്ളത്? ആണ്ട് നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്ന എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അതിൽ അല്ലാഹുവിനെ പങ്കു ചേർക്കുന്ന ഒരു കാര്യവുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക. അല്ലയോ നേതാക്കളുടെ നേതാവായ പുണ്യപ്രവരരെ, അർജു റിളാക, അവിടുത്തെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. വഹ്തമി ബിഹിമാക, അവിടുത്തെ രക്ഷാവലയത്തിൽ എന്നെയും ചേർത്തു തരണേ. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന മഹത്വത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ ചെയ്തു തരണം. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുത്തുന്നതിനപ്പുറമുള്ള ഒരു രക്ഷയില്ല. ആ അർത്ഥത്തിലാണ് റബ്ബിനോട് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്, അഫ്ളലുർ റസൂലാണ്. അല്ലാഹു തആല ലോകത്തെ പടച്ചു നൽകിയ പദവികളിൽ ഏറ്റവും ഉന്നതമായ പദവി നൽകിയിട്ടുള്ളത് വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ഖാഖി. അല്ലാഹ് പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടിയാരാണ്? അത് മുത്തൊളി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും ആ മഹത്വം നിരാകരിക്കുന്നുണ്ടെങ്കിൽ ഫമിൽ അനിശ്ഖാഖി, നീ തർക്കത്തിന് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അവിതർക്കിതമായി അത്യുന്നത പദവിയുടെ ഉടമയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്കറിയേണ്ട കാര്യത്താണ്, മഹാനായ ഔസുല്ലാഹ് തങ്ങളുടെ അടുക്കൽ പോയതുകൊണ്ട്, ഔസുല്ലാഹ് തങ്ങളോട് സഹായം തേടിയതുകൊണ്ട്, ഔസുല്ലാഹ് തങ്ങൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഉള്ള മൗലിദ് ഓതിയതുകൊണ്ട്, ഖുത്ബിയ്യത്ത് ചൊല്ലിയതുകൊണ്ട് അല്ലാഹുവിൽ ഏതെങ്കിലും നിലയ്ക്ക് കൂറു ചേർക്കുന്ന വിശ്വാസം ഉണ്ടോ? ആ വിശ്വാസം അടിസ്ഥാനപരമായി തന്നെ റോങ് ആണ്, തെറ്റാണ്. അതിനോട് ഒത്തു നിൽക്കാൻ നമ്മളില്ല. ആ വിശ്വാസം 100% അബദ്ധമാണ്. മാഷാ അല്ലാഹ്, അബ്ദുൽ വഹാബ് സഖാഫി അവർ വന്നു. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന അവതരണം ലഭിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കൂറുകാരുണ്ട് എന്ന വിശ്വാസം മഹാനായ ഔസുല്ലാഹ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ യാ ഔസു യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന ഒരാളുടെ വിശ്വാസം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും വിധത്തിൽ അല്ലാഹുവിന്റെ കൂറുകാരനാണ്, പങ്കുകാരനാണ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ അയാൾ ഈ വിളിക്കേണ്ട ആവശ്യം തന്നെയില്ല. ആ വിശ്വാസം തന്നെ തെറ്റാണ്. പിന്നല്ലേ വിളി, നമ്മൾ അവിടേക്ക് വിളിക്ക പോലും വേണ്ട. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു
അള്ളാഹുവിന്റെ സത്തയിലോ അള്ളാഹുവിന്റെ ഗുണത്തിലോ പങ്കാളിയാണെന്ന് ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസമുണ്ടോ, ആ വിശ്വാസം തന്നെ തെറ്റാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ സത്തയിലോ അള്ളാഹുവിന്റെ വിശേഷണത്തിലോ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒറ്റ മുസ്ലിം ഉണ്ടാവില്ല. അങ്ങനെ വിശ്വാസമുള്ള വല്ല മുക്കല്ലഫായ മുസ്ലിം ഉണ്ടെങ്കിൽ പറയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരം. ഞാൻ മുക്കല്ലഫ് എന്ന് പറയാൻ കാരണം നേരത്തെ ചോദിച്ചപ്പോൾ മുക്കല്ലഫ് അല്ലാത്ത ഒരാളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ്. അപ്പോ വിവേകവും ബുദ്ധിയുള്ള ആരെങ്കിലും ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ സത്തയിലോ ഗുണത്തിലോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും വിധത്തിലുള്ള പങ്കാളിത്തമുണ്ടോ, ആ വിശ്വാസം തന്നെ തെറ്റാ. പിന്നല്ലേ വിളി. അപ്പോൾ ഒരാളോട് സഹായം ചോദിക്കുമ്പോൾ അയാൾ ആരാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ ചോദിക്കുന്നത്, അതിനനുസരിച്ച സഹായം, അതിനനുസരിച്ച വിലയിരുത്തൽ. ഞാൻ ഏത് സൃഷ്ടിയോട് സഹായം ചോദിച്ചാലും സൃഷ്ടിയാണെന്ന വിശ്വാസത്തോടാണോ, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ നിങ്ങളോട് തന്നെ പറയാം, അവക്കർക്ക എനിക്ക് മഴ വേണം, മഴ കിട്ടുമെന്നില്ലായിരുന്നു, പക്ഷെ ചോദിച്ചെടുക്കാവുന്നില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്, സാധാരണ അഭിപ്രായ വിശ്വാസത്തോടാണോ? ഈ ചോദ്യം ചില മിസ്റ്റേക്ക് ആവും, മഴ കിട്ടത്തില്ല, ഇത് ശിർക്കൊന്നുമില്ല. ശിർക്കാണോ ഇതിന്റെ വേണം? നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അള്ളാഹുവിനോടുള്ള പങ്കാളിത്തം, നിങ്ങളാണ് മഴ സൃഷ്ടിക്കുന്നവൻ എന്ന വിശ്വാസം വേണം. മഴ അവതരിപ്പിക്കുന്ന പടയ്ക്കുന്നത് നിങ്ങളാണെന്ന വിശ്വാസം വേണം. ആ വിശ്വാസം കൊണ്ട് തന്നെ റോങ് ആയിപ്പോയി. ഒരു വലിയനെ കുറിച്ചും ഖാലിഖാണെന്ന വിശ്വാസം നമുക്കില്ല, മഴഭൂതാണെന്ന വിശ്വാസം നമുക്കില്ല. പിന്നെ സാങ്കേതികമായി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു, ഒരു ആത്മീയ സാങ്കേതിക പ്രയോഗമാണ്. കാരണം എന്താ, ഈ ലോകത്ത് പല ഭരണ സംവിധാനങ്ങളുണ്ട്. ആ ഭരണ സംവിധാനം യുണൈറ്റഡ് നേഷൻസ്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു ഐക്യരാഷ്ട്രസഭ. ഈ ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ഗവൺമെന്റിന്റെ പവർ ഉണ്ടാവും ഒന്നുമില്ല. ഒരു ഫോമൽ കമ്മിറ്റിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് എല്ലാ രാജ്യവും ഭരിക്കുന്ന ആളാണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭ എന്താണെന്ന് മനസ്സിലാക്കിയവരാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി കാണുന്നത്. അതുപോലെ വലിയ ആരാണെന്ന് മനസ്സിലാക്കിയ ആളാണ് ആ ഔലിയാക്കളുടെ ലോകത്തെ സാങ്കേതിക പ്രയോഗങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വാക്കുകൾക്ക് മുഴുവൻ ഓടിച്ചാടി പോണ്ട. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നാട്ടിൽ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെടാ എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിന് പറഞ്ഞ ആളുടെ പവറും അധികാരവും വെച്ചാണ് വായിക്കേണ്ടത്. അല്ലാതെ പഠിച്ചോനെ അവനാണല്ലോ ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്ന് നിനക്ക് മനസ്സിലാക്കേണ്ടവർക്കാണ്. അവൻ നമ്മളെ പറയുന്നത് ആരെക്കുറിച്ചാണ്? ആകെ രണ്ടുവിധം കഴിവുകളേ ഉള്ളൂ. ഒന്ന് സൃഷ്ടാവായ അല്ലാഹുവിന്റെ കഴിവാണ്, അത് അവന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സൃഷ്ടികളുടെ കഴിവാണ്. സൃഷ്ടികൾക്ക് അല്ലാഹു തആല ഇത്രയേ കൊടുക്കൂ എന്ന കണക്കെവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ബിഗൈരി ഹിസാബ് വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നാം നമ്മുടെ മാർഗങ്ങളെ തുറന്നു കൊടുക്കുന്നതാണ്. ഏത് മാർഗങ്ങളാണ്, എത്രയാണ്, എത്രയും നൽകാം. എന്റെ അടിമയ്ക്ക് ഞാൻ ഇത്രയും കൊടുക്കൂ എന്നത് എവിടെങ്കിലും പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചു തരാം, അടുത്ത ആൾക്ക് കൂടുതൽ കൊടുക്കാം, അടുത്ത ആൾക്ക് അതിന് കൂടുതൽ കൊടുക്കാം, അടുത്ത ആൾക്ക് അതിന് കൂടുതൽ കൊടുക്കാം. ഇനി ഒരാൾക്ക് എത്ര കൊടുത്താലും അത് സൃഷ്ടിക്കുള്ള കഴിവാണ്, സൃഷ്ടാവിന്റെ കഴിവല്ല. ഇത് മനസ്സിലാക്കണം. അല്ലാഹു അല്ലാത്തതെല്ലാം മഖ്ലൂഖാണ്. ഇവിടെ വന്ന് പരസ്യമായി പ്രസംഗിച്ച് സമ്മേളനം നടത്തിയവർ മാമാങ്കം നടത്തിപ്പോയപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും സ്വർഗത്തിന് കൊള്ളാത്തവരായി, ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ പറ്റാത്ത വിശ്വാസം നമ്മുടെ മേൽ ആരോപിച്ചിട്ട് പോയി. നമ്മുടെ ചങ്കിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തതെല്ലാം മഖ്ലൂഖ്
കിട്ടി എന്നുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസമുള്ള നമ്മുടെ മുശ്രിക്കാണെന്ന് പറഞ്ഞു പോയാൽ അവസ്ഥ എന്താ? എന്തടിസ്ഥാനത്തിലാണ് ആരോപിച്ചത്? ഇത് അടുത്ത സെഷനിൽ പറയും. അതന്നെ അത് ഈ വിഷയം കഴിഞ്ഞിട്ട് പറയും. അപ്പോൾ ഈ പറയുന്ന ഏകദൈവ വിശ്വാസികളായ നമ്മളെ മുഴുവനും മുശ്രിക്കീങ്ങളാಗಿ പറഞ്ഞു പോയാൽ ഈ സമുദായത്തോട് മാപ്പ് പറയേണ്ട കാര്യമാണ്. ഇത് പറയുമ്പോൾ ചില ആൾ വിചാരിക്കും ഫാറൂഖിന്റെ നിലപാടൊക്കെ മാറിപ്പോയോ, ഏതോ ഒരാൾ കറാമത്ത് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞല്ലോ എന്ന്. അതിവിടെ പരാമർശിച്ചതുകൊണ്ടാണ്. ഔലിയാക്കന്മാരുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ. പിന്നെയോ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്നതിൽ സുന്നത്ത് ജമാഅത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. വാസ്ബിതൻ ലിൽ ഔലിയൽ കറാമ വമൻ നഫഹ ഇംബിദൻ കലാമ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, അത് നിഷേധിക്കുന്നവന്റെ വർത്തമാനം തള്ളിക്കോ. അപ്പൊ നമ്മൾ ആരും കറാമത്ത് നിഷേധികളല്ല. പിന്നെ ചില ആളോട് ഞാൻ നിയന്ത്രിച്ചതോ അയാൾ എനിക്ക് നേരത്തെ അറിയുന്ന ആളാണ്. അയാളെ വൈജ്ഞാനികമായി അയാൾക്ക് എത്രമാത്രം യോഗ്യതയുണ്ട് എന്ന് എനിക്ക് അറിയുന്ന ആളാണ്. അയാളോട് സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, മോനെ, നീ ആസ്തിലും പസ്തിലും ഇല്ലാത്ത ഈ സംഭാഷണവും ഈ കറാമത്ത് സമാഹരണവും നടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഔലിയാക്കൽപ്പെട്ട മഹാനാണെന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാ ആലിമീങ്ങളും സമ്മതിച്ച് പറഞ്ഞു. അവരവരെ ആദരിച്ചു, സ്വീകരിച്ചു. അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. അവരോട് നമുക്ക് നിരാകരണമില്ല. പിന്നെയോ ഏത് വലിയനെ കുറിച്ചാണെങ്കിലും കറാമത്തുകൾ പറഞ്ഞാലും അമ്പിയാക്കളെ കുറിച്ച് മൊഴിജത്ത് പറഞ്ഞാലും വസ്തുതാപരമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ചില ആളുകൾ സോഷ്യൽ മീഡിയ ഉപജീവനത്തിന് വേണ്ടി അടിസ്ഥാനങ്ങളില്ലാത്ത കറാമത്തുകൾ രൂപപ്പെടുത്തുകയോ പറഞ്ഞുണ്ടാക്കുകയോ മെനഞ്ഞുണ്ടാക്കുകയോ അത്ര സത്യസന്ധമല്ലാത്ത സോഴ്സുകളിൽ നിന്ന് കൊണ്ടുവരികയോ ചെയ്യുന്നു എന്ന് കണ്ടാൽ ഞങ്ങൾ കൃത്യമായി അവരോട് സംസാരിക്കും. ആ സംസാരം കാരണം എന്താ? 3 പതിറ്റാണ്ടിലേറെ കഴിഞ്ഞു മഹാനവറുകൾ വഫാത്തായി. റഫഅല്ലാഹു ദറജതഹു വനഫഅനല്ലാഹു ബിഅസ്റാരിഹി. മഹാനവറുകളെ കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്ത പഴയ ആളുകളുണ്ട്. അവരിൽ പലരും പല സംഭവങ്ങളിലും ഓർമ്മകൾ മങ്ങി മാറി. അപ്പൊ ഒരു സംഭവം തന്നെ വ്യത്യസ്തമായി വരും. അങ്ങനെ ഈ ഉറപ്പും അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അവരെ കുറിച്ച് ഇവിടെ ഉള്ള അറിയേണ്ടവർക്ക് അറിയാം. ആദരിക്കേണ്ടവർ ആദരിക്കുന്നുണ്ട്, ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈ വസ്തുതകൾ ഇല്ലാതെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ അന്നും പറയും, എന്നും പറയും. ആരെങ്കിലും കറാമത്തുകൾ പറഞ്ഞ് ഉപജീവനത്തിന് വേണ്ടി ചൂഷണ മാർഗങ്ങൾ കണ്ടാൽ ആ ചൂഷകന്മാർക്കെതിരെ ഞങ്ങൾ തിരിയും. മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തി ദുരുപയോഗത്തിന് ശ്രമിച്ചാൽ അവിടെയും ഞങ്ങൾ ശക്തമായി സംസാരിക്കും. ഞങ്ങൾക്ക് വലുത് അള്ളാഹുവിന്റെ പവിത്രമായ ദീനാണ്, ദീനിന്റെ ആശയങ്ങളുടെ സംരക്ഷണമാണ്. ഈ ഉമ്മത്തിന് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കലാണ്.